എൻ്റെ കുട്ടീൻ്റെ പേര് മിലൻ ടോണിയാണ്. ഒരു ദിവസം നൈറ്റ് അവൻ ഒരു 2 മണി സമയത്ത് എണിച്ചിരുന്നിട്ട് വയറ് ഭയങ്കര വേദനിക്കുന്നു. ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പോകണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് അപ്പൻഡിക്സിൻ്റെ കുഴപ്പമുണ്ട്, സിംറ്റംസ് അങ്ങനെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ശരി പറഞ്ഞിട്ട് അന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഒരു ഡ്രിപ്സ് അയച്ചിട്ട് വിട്ടു ഡോക്ടർ. അന്ന് നൈറ്റ് തന്നെ പിന്നെയും വയറുവേദന തുടങ്ങി. അടുത്ത ദിവസം സാറ് അവിടുത്തെ ഡോക്ടർ എഴുതി കൊടുത്ത ആ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ അപ്പൻഡിക്സ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസമായപ്പോൾ വേദന മാറി. പക്ഷേ അവൻ്റെ ലൂസ് മോഷൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇതിനെക്കാട്ടിന് വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് അവർ അയച്ചു. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇവന് അപ്പൻഡിക്സിൻ്റെ കുഴപ്പമില്ല, അവന് വയറിൽ വെറും ഇൻഫെക്ഷനേ ഉള്ളൂ പറഞ്ഞിട്ട് അവിടെ 5-6 ദിവസം ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ആൾ അങ്ങനെയേ ഉണ്ട്, പക്ഷെ കുറച്ച് വേദന കുറവായി. അപ്പോൾ ആൾ റെഡിയായി പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് അയച്ചപ്പോൾ ഒരു ദിവസം കുട്ടി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം തൊട്ട് അവൻ മോഷൻ പോകുമ്പോൾ ടോയ്ലറ്റിൻ്റെ കൂടെ ജെല്ല് പോലെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് കുഴപ്പമായി ഇരിക്കും പറഞ്ഞിട്ട് ഒരു 2 ദിവസം നോക്കി, പക്ഷേ അത് കുറയുന്നേ ഇല്ല. അപ്പോഴാണ് ഞങ്ങളിത് എന്താ കുഴപ്പം പറഞ്ഞിട്ട് ഗാസ്ട്രോളജിസ്റ്റ് ഡോക്ടറെ നോക്കിയപ്പോൾ നമ്മുടെ ഡോക്ടർ പീതംബരൻ ഡോക്ടറിന് അറിഞ്ഞു. വന്നപ്പോൾ തന്നെ സാർ ഇതിനു മുമ്പ് എടുത്ത റിസൾട്ട് സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് സാർ ഒരു സ്കാനിനും കൊളോണോസ്കോപ്പ് ചെയ്യാനും എഴുതി കൊടുത്തു. അപ്പോൾ അത് ചെയ്തത് അപ്പം തന്നെ സാർ പറഞ്ഞു ഇത് അപ്പൻഡിക്സിൻ്റെ കുഴപ്പമുണ്ട്, പിന്നെ വയറ്റിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, പഴുപ്പുണ്ട്, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് സർജറീൻ്റെ ഫീസ് കുറച്ച് കൊടുത്തിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇതിപ്പോൾ കുട്ടി അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ പൈസേൻ്റെ ഓരോ സമയവും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അത് കുഴപ്പമില്ല പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് സാറ്. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സും അടുത്തൊരു കുടലിൽ ഇൻഫെക്ഷൻ കൂടി ഉണ്ട് പറഞ്ഞ് സാറ് കാണിച്ചു കൊടുത്തു. അതില്ലാണ്ട് ഇനിയൊരു കുടലിൽ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു സാറ്. അത് 2-3 ദിവസമായപ്പോൾ ഇപ്പോൾ അതും ക്ലിയറായി. അപ്പോൾ ഇന്ന് ആൾ നല്ല ഉഷാറായി, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, നല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ ഫാമിലിയും സാറിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് കടമപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഡോക്ടർ പീതാംബരൻ, പാലക്കാട് ആർട്ടിസ് ഹോസ്പിറ്റലിലെ സർജിക്കൽ ഗ്യാസ്ട്രോളജിസ്റ്റാണ്. മിലൻ എന്ന ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നത് 2-3 ആഴ്ചയായി ഉള്ള വയറിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു. പല പരിശോധനകൾ നടത്തിയെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള എന്താണ് അസുഖമെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന സമയത്ത് ചെറിയ സംശയത്തിൻ്റെ പേരിൽ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുകയും പലതരത്തിലുള്ള ട്യൂബിട്ടുള്ള ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റും ചെയ്തു. ഈ കുട്ടിയുടെ ചികിത്സയിലും ഉണ്ടായ പ്രധാന തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഓരോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും 2-3 തവണ ആലോചിച്ചിട്ടായിരുന്നു ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിരുന്നത്. അവൈറ്റിസ് ആശുപത്രിയും വളരെയധികം ചുരുങ്ങിയ ചെലവിലാണ് ഈ ചികിത്സ ചെയ്തത്. കൂടാതെ ഒരു സന്നദ്ധ സംഘടനയായ എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് നടക്കുന്ന മിത്ര എന്ന സന്നദ്ധ സംഘടനയും സാമ്പത്തികമായി സഹായം നൽകിയാണ് കുട്ടിയുടെ ചികിത്സ പൂർത്തിയാക്കിയത്. അവസാനം നമ്മുടെ സ്കാനും ഈ മലദ്വാരത്തിൽ ട്യൂബിട്ട ടെസ്റ്റ് നോക്കിയ സമയത്ത് വയറ്റിനുള്ളിൽ ചെറിയ പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. കീഹോൾ സർജറി ചെയ്തു, ഉള്ളിലുള്ള പഴുപ്പും എല്ലാം നീക്കം ചെയ്തു. അപ്പൻഡിക്സ് പൊട്ടിയിരുന്നു. അത് നിർഭാഗ്യവശാൽ മുമ്പ് ചെയ്ത സ്കാനുകളിലൊന്നും കണ്ടിരുന്നില്ല. നമുക്കൊരു 3-4 ദിവസം കൊണ്ട് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. കുട്ടി ഇപ്പോൾ വളരെ ബെറ്ററായിട്ടുണ്ട്. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല.